പൂർണ്ണമായും ഐഫോൺ 15 പ്രോ മാക്സിൽ ചിത്രീകരിച്ച് 7.1 ഡോൾബി സൗണ്ട് മിക്സിംഗ് മികവോടെ ഒരുങ്ങുന്ന ഹൈ സ്പീഡ് ആക്ഷൻ സസ്പെൻസ് ത്രില്ലർ ചിത്രമായ പകിടകളി 80ലധികം ലോക റെക്കോർഡുമായി ഏപ്രിൽ 3-ന് തിയേറ്ററുകളിലെത്തുന്നു. പണി എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറായ നിഷാദ് ഹസൻ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിൽ പുതുമുഖം ദേവസൂര്യനാണ് നായകൻ. അങ്കമാലി ഡയറീസ് ഫെയിം ടിറ്റോ വിൽസൺ മറ്റൊരു കരുത്തുറ്റ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. രഞ്ജിത മുകുന്ദൻ, ആൻ മെരിയ, അമൽ സുരേഷ്, പ്രിൻസ് ജോൺ, ഉമേഷ് ഉദയകുമാർ, അക്ഷര എന്നിവരാണ് മറ്റു താരങ്ങൾ. ദേവസൂര്യ ഫിലിം ഹൗസിന്റെ ബാനറിൽ മുരളി ദേവസൂര്യയാണ് പകിടകളി നിർമ്മിക്കുന്നത്. കേരളത്തിൽ നിന്ന് കാണാതായ 27 കുട്ടികളിൽ ഒരു കുട്ടിയെ തേടിയുള്ള യാത്രയും പിന്നീടുള്ള സംഭവവികാസങ്ങൾ ഇന്ത്യയിലുടനീളം ചിത്രീകരിച്ച് പൂർത്തിയാക്കിയ പകിടകളി മലയാളം, തമിഴ്, ഹിന്ദി ഭാഷകളായാണ് പ്രേക്ഷകർക്ക് മുൻപിൽ എത്തുന്നത്. ഛായാഗ്രഹണം, എഡിറ്റിംഗ്, ആക്ഷൻ എന്നിവയും സംവിധായകൻ നിഷാദ് ഹസൻ തന്നെയാണ് നിർവഹിക്കുന്നത്. പകിടകളി എന്ന് പറയുന്ന സിനിമ എന്താ പറയുക, ഒരു കൂട്ടം ഒരുപാട് കഥാപാത്രങ്ങൾ കൂടിച്ചേർന്നിട്ടുള്ള ഒരു സിനിമയാണ്. പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഒരു 100ലധികം ആളുകൾ ഈ സിനിമയുടെ ഭാഗമായിട്ടുണ്ട്. തെരുവിൽ ബലൂൺ വിൽക്കുന്ന കുട്ടികൾ, ഇന്നേ വരെ ക്യാമറ അഭിമുഖീകരിക്കാത്ത ജനങ്ങൾ, അങ്ങനെ ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ വന്നിട്ടുള്ള ആളുകളൊക്കെ സിനിമയുടെ ഭാഗമായിട്ടുള്ള ഒരു സിനിമയാണ്. ഒരു ലൈവായിട്ടുള്ള ഒരു ചിത്രീകരണ രീതിയായിരുന്നു പകിടകളി എന്ന് പറയുന്ന ഒരു സിനിമ. ഈ ഐഫോൺ 15 പ്രോ മാക്സിൽ എടുക്കാനുണ്ടായിട്ടുള്ള ഒരു പ്രധാന സാഹചര്യം എന്ന് പറയുന്നത് ആധുനിക ക്യാമറ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള പരിമിതികൾക്കപ്പുറം നമുക്ക് ഈസിയായി ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മുഹൂർത്തങ്ങളുണ്ടായിരുന്നു. നമുക്ക് ലൈവായിട്ടുള്ളൊരു ചിത്രീകരണം ഈ സിനിമ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. പല സംസ്ഥാനങ്ങളിൽ നമ്മളിപ്പോൾ മുംബൈ, ഹൈദരാബാദ്, ഡൽഹി, ബാംഗ്ലൂർ തുടങ്ങിയ ഇടങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്കത് ചിത്രീകരണത്തിന് ചിലപ്പോൾ നമ്മളുടെ ഇത്തരത്തിലുള്ള ഒരു ക്യാമറ സംവിധാനങ്ങൾ, നമ്മളിപ്പോൾ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്യാമറ സംവിധാനങ്ങൾ ചിലപ്പോൾ നമുക്ക് സാധ്യമാകാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഐഫോൺ 15 പ്രോയിൽ ഒരു സിനിമ എടുക്കാമെന്ന് പറയുന്നത്.